ഹായ്, ഞാൻ ഡോക്ടർ Arjun K. DermaVue's സ്കിൻ കോസ്മെറ്റോളജി ആൻഡ് ഹെയർ ട്രാൻസ്പ്ലാന്റ്സ് സെന്റർ ആലുവയിൽ ഡെർമറ്റോളജിസ്റ്റ് ആണ്. ഇന്ന് നമുക്ക് സ്കിന്നിൽ വളരെ കോമൺ ആയിട്ട് കാണപ്പെടുന്ന മെലാസ്മ അല്ലെങ്കിൽ കരിമംഗല്യത്തിനെ കുറിച്ച് ഡിസ്കസ് ചെയ്യാം. മെലാസ്മ അല്ലെങ്കിൽ കരിമംഗല്യം എന്ന് പറയുന്നത് ഫേസിൽ, ഫോർഹെഡ്, നോസ്, അപ്പർ ലിപ്പ്, ചീക്സ് എന്നീ സ്ഥലങ്ങളിൽ ബ്രൗൺ ടു ഡാർക്ക് കളേർഡ് പാച്ചസ് ആയിട്ടാണ് കാണപ്പെടാറുള്ളത്. അതിൻ്റെ യൂഷ്വൽ ട്രിഗേഴ്സ് എന്ന് പറയുന്നത് ഏറ്റവും ഇമ്പോർട്ടൻറ്റ് ഹോർമോണൽ ഇംബാലൻസ് ആണ്. അതുകൊണ്ട് തന്നെ പ്രഗ്നൻസി, അതേ കൂടാണ്ട് മെനോപോസൽ സമയത്തൊക്കെ ഇത് കൂടി വരാറുണ്ട്. ഇതല്ലാണ്ട് നമ്മൾ എന്തെങ്കിലും ഹോർമോണൽ ടാബ്ലറ്റ്സ് എടുക്കുകയാണെങ്കിൽ ഇത് കൂടി വരാറുണ്ട്. ഇതല്ലാണ്ട് വേറൊരു ഇമ്പോർട്ടൻറ്റ് ട്രിഗർ എന്ന് പറയുന്നത് സൺ എക്സ്പോഷറാണ്. നമ്മളിനി മെലാസ്മയുടെ മറ്റു കാര്യങ്ങളൊക്കെ കിടക്കുകയാണെങ്കിൽ അത് ജെനറ്റിക്സ്, അതേപോലെ തന്നെ പാരമ്പര്യം അല്ലെങ്കിൽ ഫാമിലി ഹിസ്റ്ററി ഉണ്ടാവുക, അതേപോലെ തന്നെ കുറച്ചും കൂടെ ഡാർക്കർ സ്കിൻ ടോൺ ഒക്കെ ആണെങ്കിൽ യൂഷ്വലി കൂടുതലും കണ്ടുവരാറ്. മെലാസ്മ ആക്ച്വലി 3 ടൈപ്പാണുള്ളത്. കുറേ കൂടെ സൂപ്പർഫിഷ്യൽ ആയിട്ടുള്ളതിന് നമ്മൾ എപ്പിഡെർമൽ മെലാസ്മ എന്ന് പറയും. അത് എക്സ്റ്റേണലി കാണുമ്പോൾ കുറച്ചും കൂടെ ഒരു ബ്രൗണിഷ് കളറായിരിക്കും. കുറേ കൂടെ ഡെപ്തിനുള്ളതിനെ നമ്മൾ ഡെർമൽ മെലാസ്മ എന്ന് വിളിക്കും. അത് എക്സ്റ്റേണലി കാണുമ്പോൾ കുറച്ചും കൂടെ ഒരു ഗ്രേയിഷ് ടു ഡാർക്ക് കളർ ആയിരിക്കും. പിന്നെ ഇതിൻ്റെ കോമ്പിനേഷനെയാണ് നമ്മൾ മിക്സഡ് മെലാസ്മ എന്ന് പറയുന്നത്. യൂഷ്വലി ഡെർമൽ മെലാസ്മ കുറച്ചും കൂടെ ഡീപ്പ് ആയതുകൊണ്ട് തന്നെ കുറച്ചും കൂടെ ട്രീറ്റ്മെൻറ്റ് ഡിഫിക്കൽട്ടാണ്. ഇനി ട്രീറ്റ്മെൻറ്റിലേക്ക് കടക്കുകയാണെങ്കിൽ ഏറ്റവും ഇമ്പോർട്ടൻറ്റ് ഫാക്ടർ എന്ന് പറയുന്നത് സൺ പ്രൊട്ടക്ഷനാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ വളരെ നല്ലൊരു സൺസ്ക്രീൻ, അതും ഒരു ബ്രോഡ് സ്പെക്ട്രം സൺസ്ക്രീൻ യൂസ് ചെയ്യണം. അതായത് ഇൻഫ്രാറെഡ്, UV ലൈറ്റ്, വിസിബിൾ ലൈറ്റ് എല്ലാത്തിനും പ്രൊട്ടക്ഷൻ വേണം. അതുകൂടാണ്ട് അതിൻ്റെ SPF അതായത് സൺ പ്രൊട്ടക്ഷൻ ഫാക്ടർ മിനിമം 30 അല്ലെങ്കിൽ അതിന് കൂടുതലായിട്ടുള്ളത് യൂസ് ചെയ്യാൻ പാടില്ല. ഇതല്ലാണ്ട് നമ്മുടെ ലൈഫ് സ്റ്റൈലിലും ചില മോഡിഫിക്കേഷൻസ് വരുത്താം. ഉദാഹരണത്തിന് നമ്മളിപ്പോൾ ഒന്ന് പുറത്തേക്ക് ഇറങ്ങുകയാണെങ്കിൽ, നല്ല വെയിലുള്ള സമയമാണെങ്കിൽ ഒന്ന് കുട ചൂടിയിട്ട് ഇറങ്ങാം. ഇതല്ലാണ്ട് നമ്മൾ മെഡിക്കേഷൻസിലേക്ക് കിടക്കുകയാണെങ്കിൽ ഓറൽ ടാബ്ലറ്റ്സും ഉണ്ട്, ടോപ്പിക്കൽ മെഡിക്കേഷൻസും ഉണ്ട്. ഓറൽ മെഡിക്കേഷൻസ് എന്ന് പറയുമ്പോൾ പാനക്സാമിക് ആസിഡും പല ആൻറ്റി ഓക്സിഡൻസും അവൈലബിൾ ആണ്. ടോപ്പിക്കൽസ് ആയാലും ഒരുപാട് ഡീക്ലിമിറ്റിംഗ് ക്രീംസ് നമ്മുടെ മാർക്കറ്റിൽ അവൈലബിൾ ആണ്. ഇതിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ സ്റ്റിറോയിഡ് അടങ്ങിയ ഒരുപാട് കോമ്പിനേഷൻ ക്രീംസ് പലപ്പോഴും നമ്മൾ സെൽഫായിട്ട് അപ്ലൈ ചെയ്യാറുണ്ട്. അത് ആക്ച്വലി വളരെ പെട്ടെന്ന് നമുക്ക് റിസൾട്ട് കിട്ടുകയും ചെയ്യും. പക്ഷേ ലോങ് ടേം യൂസ് ചെയ്ത് കഴിഞ്ഞാൽ, വിത്തൗട്ട് സൂപ്പർഫിഷ്യൽ നമ്മൾ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ അതിന് പല സൈഡ് എഫക്ട്സും വരാറുണ്ട്. അതുകൊണ്ട് ഒരു ഡോക്ടറിൻ്റെ സൂപ്പർവിഷനിൽ മാത്രം ഇങ്ങനത്തെ മെഡിക്കേഷൻസ് എടുക്കുക. ഫൈനലി നമ്മൾ പ്രൊസീജിയേഴ്സിലേക്ക് കടക്കുകയാണെങ്കിൽ പല കെമിക്കൽ പീൽസും ആക്ച്വലി മെലാസ്മയ്ക്ക് വളരെ എഫക്റ്റീവ് ആണ്. ഗ്ലൈക്കോളിക് ആസിഡ് പീല്, PCA പീൽസ്, അല്ലാണ്ട് പല കോമ്പിനേഷൻ പീൽസും ഉണ്ട്. ഇതല്ലാണ്ട് ലേറ്റസ്റ്റ് ആയിട്ട് ഇപ്പോൾ ഈവൻ ലേസേഴ്സ് പോലും മെലാസ്മയ്ക്ക് അത്യാവശ്യം എഫക്റ്റീവ് ആണ്. ഇതാണ് മെലാസ്മയെ കുറിച്ച് വളരെ ബ്രീഫായിട്ട് പറയാനുള്ളത്. താങ്ക് യു.